പൈസ യൂട്യൂബ് ചാനൽ നിർത്താൻ പോകണോ? ലൈക്കും കമൻറ്റും ഒക്കെ വളരെ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി പൈസ യൂട്യൂബിൽ വീഡിയോസ് ഗ്രാജുവലി ഇടൽ സ്റ്റോപ്പ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് ആക്ച്വലി കുറേ കാലമായി. ഐ മീൻ ഒരു 2 മാസത്തിൻ്റെ അടുത്താവാറായി. പക്ഷേ ഞാനത് അഡ്രസ്സ് ചെയ്യാതെ, അതായത് മെസ്സേജ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഞാൻ ആ മെസ്സേജിനൊക്കെ അവർക്ക് പേഴ്സണലി റിപ്ലൈ കൊടുത്ത് ഒരു വീഡിയോ പോലെ അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കാത്ത രീതിയിൽ അത് ഒഴിവാക്കി വിട്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ എനിക്ക് ഒരു കമൻറ്റ് വന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് കമൻറ്റ് വരികയാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു കമൻറ്റ് വന്നു, എന്ത് പറ്റി ഐഷ, ഇപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ വളരെ കുറവാണല്ലോ, ആൾക്കാർ വീഡിയോ കണ്ടാൽ പോലും ലൈക്കും കമൻറ്റും ചെയ്യുന്നില്ലല്ലോ, ഐഷ എത്ര തന്നെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും കമൻറ്റ് വരുന്നില്ലല്ലോ, എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ചാനലിന് ആക്ച്വലി എന്താണ് സംഭവിച്ചത്, ഞാൻ എത്ര കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, എൻ്റെ യൂട്യൂബ് ജേർണി എങ്ങനെയാണ്, എൻ്റെ ചാനലിന് എന്താണ് സംഭവിച്ചത്, എൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് എൻ്റെ ചാനലിനെ റിഫ്ലക്റ്റ് ചെയ്തത്, ആൻഡ് ഇപ്പം എന്തുകൊണ്ട് ചാനൽ ഇങ്ങനെ, ഇനി ചാനലിൽ ഞാൻ തുടർന്ന് വീഡിയോസ് ചെയ്യുമോ, അതോ ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണോ, അതോ തുടർന്ന് വീഡിയോ ചെയ്യുകയാണെങ്കിൽ എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇതെൻ്റെ തീർത്തും എൻ്റെ ചാനലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എൻ്റെ വ്യക്തി ജീവിതം എങ്ങനെ എൻ്റെ ചാനലിനെ റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതും എൻ്റെ ചാനലിൽ ഇതുവരെയുള്ള ജേണിയും ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളും ആണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് കാണാം. ഇനി കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്തു കേട്ടോ. കാരണം ഇത് എൻ്റെ പേഴ്സണൽ ലൈഫ് മാത്രമാണ്, എൻ്റെ വ്യക്തി ജീവിതം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം, ഞാൻ 2021 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നോക്കുമ്പോൾ 2021. അപ്പോൾ 2026 പറയുമ്പോൾ 5 വർഷമായിട്ട് ഞാൻ യൂട്യൂബിലുണ്ട്. ആക്ച്വലി ഞാനൊരു 7 വർഷം അടുത്തായിട്ട് യൂട്യൂബിലുണ്ട് കേട്ടോ. എൻ്റെ മക്കളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാനലാണെങ്കിലും ഞാൻ ഇതിലൊരു 2.5-3 വർഷത്തിനടുത്ത് ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 വർഷത്തിനടുത്താണ് കൃത്യമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു 2 കൊല്ലത്തിനകത്ത് മറ്റുള്ള യൂട്യൂബേഴ്സിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ യൂട്യൂബ് എന്നെ പരിഗണിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ബിക്കോസ് എൻ്റെ യൂട്യൂബ് ജേർണിയിൽ എനിക്ക് എവിടെയും ഫ്ലോപ്പ് ആവേണ്ടി വന്നിട്ടില്ല. കാരണം ഞാനൊരു 7 മാസം 8 മാസമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. ആൻഡ് വിത്തിൻ 1 ഇയറിൽ തന്നെ ഞാനൊരു 50,000-60,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റി. ഒരു 1.5 വർഷത്തെ കഷ്ടപ്പാടിനകത്ത് തന്നെ അത്രയും ഞാൻ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് തന്നെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണി എടുത്ത സമയത്തായിരുന്നു ഒരു റോക്കറ്റ് പോലെ എൻ്റെ ചാനലിൽ കയറി പോയിട്ടുണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി എന്താണ് എൻ്റെ ചാനലിന് ആക്ച്വലി സംഭവിച്ചത്, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണ് എൻ്റെ ചാനലിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ വ്ളോഗ്സ്, മേക്കപ്പ് വീഡിയോസ്, അല്ലെങ്കിൽ DIYs, പ്രാങ്ക്, ഫാമിലി വ്ളോഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നത്. എൻ്റെ കുഞ്ഞു വീടും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും, എൻ്റെ സ്കിൻ കെയറും എൻ്റെ ഹെൽത്ത് കെയറും എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ചാനലിനകത്ത് ഉണ്ടായിരുന്നത്. അത് ത്രൂ ആണ് എനിക്കൊരു 60,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ ചാനലിൽ ഇപ്പോൾ 1,30,000 അല്ല 1,32,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇതിലൊരു 60,000 സബ്സ്ക്രൈബേഴ്സ്, ആ ഒരു 60,000-65,000 സബ്സ്ക്രൈബേഴ്സോളം ആ ഒരു ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിൽ ഒരു മേജർ ഫോൾ എനിക്ക് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ടൈമിലായിരുന്നു. എൻ്റെ ഉമ്മിച്ചി മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതായത് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മരണം എന്ന് പറയുന്നത് എനിക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് നമ്മൾ പറഞ്ഞില്ല, എൻ്റെ കുറച്ച് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇഷിത, ബാനുത്ത, ഹസീനത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരുടെ ഒരു ഗൈഡൻസ് പ്രകാരമാണ് ഞാൻ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിലോട്ട് വരുന്നത്. അതായത് ഞാൻ തെറപ്പി എടുക്കാനോ കൗൺസിലിംഗ് എടുക്കാനോ ഒന്നും ആ ടൈമിൽ നിൽക്കുന്നതിനേക്കാൾ സ്പിരിച്വലി നമുക്ക് കിട്ടുന്ന മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ പീസിനെ കുറിച്ച് അവരാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലോട്ട് ഞാൻ അങ്ങനെ ഡ്രാഗ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് വന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു കാര്യമാണ്, ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ, ആക്ച്വലി ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമൊന്നുമില്ല, ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ യൂട്യൂബിൽ വന്ന് പറയുകയാണെങ്കിൽ അത് ത്രൂ കുറേ ആളുകൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ആവും. അപ്പോൾ നീ അത് പറഞ്ഞു നോക്ക് എന്നുള്ള രീതിക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഡെയിലി എനിക്ക് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയാണോ പറയുന്നത് അതേപോലെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാനിവിടെ വന്നിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ നിസ്കരിക്കുമ്പോൾ എനിക്ക് ഇന്നത് പറ്റാൻ തുടങ്ങി, ഞാൻ ഖുറാൻ ഓതുമ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവാൻ തുടങ്ങി, എൻ്റെ ഹിജാബിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ബെനിഫിറ്റ് ഉണ്ടാവും. എനിക്ക് ബെനിഫിറ്റ് അല്ലാണ്ട് മറ്റൊന്നും അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ സ്പിരിച്വൽ ആയതുകൊണ്ട്
എനിക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാനത് ഇവിടെ വന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി. അത് കുറേ ആൾക്കാർ മോട്ടിവേഷനായിട്ട് എടുക്കാനും അവരുടെ ലൈഫിൽ ചേഞ്ചസ് ആക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ ലൈഫിൽ ചേഞ്ച് വരുത്തുന്ന സമയത്തൊക്കെ ഞാനൊരു റോൾ മോഡലാണ്, ഞാനൊരു മോട്ടിവേഷനാണെന്ന് പറയുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ നിങ്ങൾ റോൾ മോഡൽ ആക്കരുത്. നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അഡാപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത്. എൻ്റെ കാര്യം, എൻ്റെ ലൈഫ് സ്റ്റൈലാണ് ഞാൻ അതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ ലൈഫ് സ്റ്റൈലാണ് ഞാൻ അതിന് ശേഷം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്ന് ഷെയർ ചെയ്യുന്ന സമയത്തും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, കണ്ണ് എഴുതിയിട്ട് വന്നിട്ടാണോ ഈ കാര്യം പറയുന്നത്, ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നിട്ടാണോ ഈ കാര്യം പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് കൺമഷി ഒഴിവാക്കിയിട്ട് കുറച്ച് ടൈമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഒഴിവാക്കിയിട്ട് കുറച്ച് ടൈമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇട്ടിട്ടും ഇടാതെ ഞാൻ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ ആ ഒരു ടൈമിലുള്ള മെൻ്റൽ സ്ട്രെങ്ത്തിനനുസരിച്ച് ചിലപ്പോൾ എനിക്കത് ഒഴിവാക്കിയിട്ട് വന്ന് വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിലോട്ട് എത്തുന്ന സമയത്ത് ഒഴിവാക്കിയിട്ട് വന്നിട്ടിടും. ആൻഡ് അതേ സമയത്ത് എനിക്ക് ഇട്ടിട്ട് വരാൻ തോന്നുന്ന സമയത്ത് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോൻ്റെ താഴെ തന്നെ വന്നിട്ട് ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്, ഇത് പറയാൻ സ്കോളേഴ്സ് ഇവിടെ ഇല്ലേ, നീ ആരാ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, പെണ്ണ് മുഖം കാണിക്കുന്ന ഔറത്താണ്, മുൻകൈ കാണിക്കുന്ന ഔറത്താണ്, ഇങ്ങനെയൊക്കെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടുള്ള ആൾക്കാരുണ്ട്. അതല്ലാതെ ഇത് റോൾ മോഡലായിട്ടും അതുപോലെ അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ആ ടൈമിൽ എനിക്ക് യൂട്യൂബിന് നല്ല റീച്ച് ഉണ്ടായിരുന്നു. എൻ്റെ ഓരോ വീഡിയോസും 100K, 200K, 300K, ഒരു 800K, 1 million അടുത്ത് വരെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഇതൊക്കെ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ജേർണിയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതെനിക്ക് സ്ട്രെസ്സായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അതായത് എൻ്റെ സ്പിരിച്വൽ ജേർണി തന്നെ എനിക്ക് സ്ട്രെസ്സായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. കാരണം ഞാൻ ഇവിടെ പഠിപ്പിച്ച് തരുന്ന കാര്യം ചാനലിലൂടെ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ അതല്ലാതെ അങ്ങനെയല്ല, ശരിയായ രീതി അതല്ല, അതായത് സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി കോൺഫ്ലിക്ട്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അതും കൂടെ ഒരു പ്രഷറായിട്ട് വരാൻ തുടങ്ങി. അതായത് ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറഞ്ഞ് ആളുകളെ ഫലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ ഇത് കുറേ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് കേൾക്കുന്ന സുന്നികൾ പറയുന്നത് മുജാഹിദീങ്ങൾ കോൺഫ്ലിക്റ്റ് വെക്കും, മുജാഹിദീങ്ങൾ പറയുന്നത് സുന്നികൾ കോൺഫ്ലിക്റ്റ് വെക്കും. അപ്പോൾ ഒരു ഡീപ്പറായിട്ട് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ഒരാൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സ്ട്രെസ് ആവാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് തന്നെ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, വേണ്ട, നിനക്ക് എങ്ങനെയാണോ ഒന്നാനെ വിളിക്കാൻ തോന്നുന്നത് ആ രീതിയിൽ നീ വിളിച്ചാൽ മതി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുക എന്നുള്ളൊരു സാധനം എനിക്ക് അന്നും ഇന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ജീവിതത്തിൽ കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം. എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫാമിലി, എൻ്റെ നാട്ടുകാർ ഒക്കെ അതിന് വിറ്റ്നസ്സാണ്. എല്ലാവരും ഇപ്പോഴും എന്നെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. പണ്ട് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവളാണ് പൂരത്തിന് ലൈറ്റ് ഇടാൻ പോയെന്ന് പറഞ്ഞിട്ട് വരെ എന്നെ കളിയാക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അത്രയും ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ട്രൈ ചെയ്യുന്ന സമയത്ത് പോലും പല ആളുകളും പല രീതിയിൽ അതങ്ങനെ ഷിർക്ക്, ഇതിങ്ങനെ ഷിർക്ക്, അത് ഹറാമ്, ഇത് ഹറാമ്, എന്താ പറയുക, നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അത്, അങ്ങനെ ഇങ്ങനെ തൊട്ട് കുറേ ആൾക്കാർ വന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ എമോഷണലി കൂടുതൽ സ്ട്രെസ്സായി വരാൻ തുടങ്ങി. കാരണം ഞാനിത് അള്ളാഹുലോട്ട് അടുക്കാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നുള്ള രീതിയിലേക്ക് ഇവൻ മൗലൂദ് ഓതുന്നതൊക്കെ ഭയങ്കര രീതിയിൽ വിമർശിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതായത് താജ് സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും തന്നെ ഭയങ്കര രീതിയിൽ ബിദ്അത്താണ്, നീ അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാരുടെ ഇടയിൽ വരാൻ തുടങ്ങി. എനിക്കത് അഫോർഡ് ചെയ്യാൻ എൻ്റെ മൈൻഡിന് അത് താങ്ങാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. കാരണം ഞാൻ സമാധാനം സീക്ക് ചെയ്ത് പോയൊരു ഭാഗത്ത് എനിക്ക് എൻ്റെ മൈൻഡിന് ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കത് തോന്നിയില്ല. കാരണം എനിക്ക് അള്ളാനെ വിളിക്കുമ്പോൾ, ഞാൻ വിളിക്കുന്ന രീതിയിൽ ഞാൻ അള്ളാനെ വിളിക്കുമ്പോൾ, ഞാൻ അള്ളാനോട് സംസാരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സമാധാനം സഹിക്കാൻ തുടങ്ങി. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു 10 മിനിറ്റ് വീഡിയോ എനിക്ക് വേണമെങ്കിൽ പർദ്ദ വന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കൺമഷി ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ കൺമഷി ഒഴിവാക്കാം, നിങ്ങൾ ലിപ്സ്റ്റിക് ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ ലിപ്സ്റ്റിക് ഒഴിവാക്കാം. നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ ഓഡിയൻസിനെ പിടിച്ചിരുത്തേണ്ടത് അതേപോലെ നിങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എൻ്റെ റിയൽ ലൈഫ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റും. എനിക്കൊരു ഫേക്ക് ആയിട്ടൊരു കോണ്ടന്റ് ഇവിടെ വന്ന് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വ്ളോഗോ കാര്യങ്ങളോ ഒന്നും അല്ല സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് വന്നിട്ടൊരു മോട്ടിവേഷൻ, വലിയൊരു രീതിയിൽ ഒരു ഫേക്ക് മോട്ടിവേഷൻ തന്നിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് ഉണ്ടാക്കാനും നിങ്ങളുടെ അടുത്ത് കുറേ നല്ല കമൻറ്റ് വാങ്ങിച്ചെടുത്ത് ഞാൻ നിങ്ങളുടെ കണ്ണിലുണ്ണി ആയിട്ടുള്ള റോൾ മോഡലായിട്ട് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി നിങ്ങളുടെ മുമ്പിൽ കൊടുന്ന് കാണിക്കാനും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, റിയൽ സെൽഫ് ഞാൻ എന്താണോ, എൻ്റെ അടുത്ത് ഒരിക്കലും വന്നിട്ട് പറയരുത് എന്താ പറയുക, എപ്പോഴും ഒരു നില
നിലപാടിൽ ഉറച്ചു നിൽക്കണം, ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അന്നും ഇന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ മോഡസ്റ്റ് ലൈഫിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ആയത് എൻ്റെ മാറ്റം കൊണ്ടാണ്. ഇപ്പം ഞാൻ ഇലക്ഷനിൽ മത്സരിച്ചത് എൻ്റെ മാറ്റമാണ്. ഇപ്പം എൻ്റെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് അക്സെപ്റ്റബിൾ ആവാത്ത അല്ലെങ്കിൽ എനിക്ക് ഡൈജസ്റ്റബിൾ ആവാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് മാറി വേറൊരു ആദർശം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ആദർശമേ വേണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയ രീതിയിൽ എനിക്ക് പറയാനുള്ളത് പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന രീതിയിൽ പോവുകയും ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ശരിയായത് അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുന്നത് എന്തോ, എൻ്റെ ലൈഫിന് നല്ലത് എന്തോ, പൊതുസമൂഹത്തിന് നല്ലത് എന്തോ അത് ഞാൻ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അപ്പം എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ ചുറ്റോടുള്ള ഭാഗങ്ങളിലൊക്കെ ഇവിടെ ഒറ്റപ്പാലത്ത് നല്ല രീതിക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഭരണം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഒറ്റപ്പാലത്ത്. LDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ, അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ പോലും നമ്മുടെ പ്രേംകുമാറേട്ടൻ തന്നെ ജയിക്കാനുള്ള റീസൺ, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന LDF ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധ്യത കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ ആ ഒരു ഇലക്ഷനിൽ മെമ്പർ ആവാന്നുള്ള തീരുമാനം എടുത്തത്. ഈ ഒരു തീരുമാനമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ഡിസാസ്റ്റർ തുടങ്ങുന്നത്. അതിന് മുന്നേ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് വ്യൂ കുറവായിരിക്കും, പിന്നീട് അങ്ങോട്ടേക്ക് വ്യൂ കിട്ടും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതെന്താണ്ടായി വെച്ചാൽ ഞാൻ LDFന് മത്സരിച്ച മുതൽക്ക് ഇതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വന്നിട്ട് പറയാൻ തുടങ്ങി, ഞാൻ നിന്നെ വെറുത്തു. അതാണ്, നീ LDFൽ പോലത്തെ ഒരു പ്രസ്ഥാനത്തിലല്ല മത്സരിച്ച്, ഞാൻ നിന്നെ വെറുത്തു. എൻ്റെ ലൈവിൽ കിടക്കുന്നുണ്ട് ആ കമൻറ്റ്, എനിക്ക് നിന്നോട് ഇപ്പോൾ വെറുപ്പാണ്, നീ കാശിക്ക് പോയില്ലേ, എനിക്ക് നിന്നോട് വെറുപ്പാണ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്കിതിലെന്താ വെച്ചാൽ, ഞാൻ അയാളെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാത്തടത്തോളം കാലം നിങ്ങൾ എന്നെ വെറുക്കുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ 4 ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും ഇതൊക്കെ ഒഴിവാക്കി ഞാൻ നിക്കാബോ പർദ്ദയോ അല്ലെങ്കിൽ ഖുറാനോ ബാക്കിയുള്ളതോ ഓത്തോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരും. അത് എൻ്റെ എനിക്ക് മെൻ്റലി അത് അക്സെപ്റ്റബിൾ ആവുന്ന ഒരവസ്ഥയിലാണ് ഞാനെന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കും, ഞാനത് തന്നെ എടുക്കും. ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ വരും. അപ്പോഴും എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്ന് കാണിക്കും. എനിക്കറിയാൻ പറ്റുന്നില്ല, നിങ്ങളെല്ലാവരും ഫുൾ ടൈം തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി ഫുൾ ടൈം നിസ്കാരം നിലനിർത്തി 5 വക്ത് 1 വക്ത് പോലും ഒഴിവാക്കാതെ ഒരു ഹറാമായ കാര്യങ്ങൾ കാണാതെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈമാനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണോ നിങ്ങൾ എന്നുള്ളത് സീരിയസ്ലി എനിക്കറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഓരോ കാര്യം സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ 5 വക്ത് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എഫേർട്ട് ഇട്ട് ഞാൻ അതിന് സ്ട്രഗിൾ ചെയ്ത് അതൊരു എന്താ പറയുക, അതൊരു റുട്ടീനാക്കി കൊണ്ടുപോകാൻ വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ നിക്കാബ് ഇടണമെങ്കിൽ നിക്കാബിന് ഞാൻ അങ്ങനെയായിരുന്നു, ഹിജാബിന് ഞാൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ മാറാറുണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ആരുടെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയാമെന്നുള്ളതാണ് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ദീനിയായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് വളരെ വലിയൊരു തെറ്റായിരുന്നു. ഞാൻ അതിന് നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ LDFൽ മത്സരിച്ച് തൊട്ടാണ് വെറുത്തെന്നുള്ളത്. നിങ്ങൾ അങ്ങനെ വെറുക്കുന്നതിന് എനിക്ക് ഒന്നും ചെയ്യാനില്ല ഗൈസ്, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്നെ വെറുത്തോളി എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ഞാനിപ്പോൾ LDF എന്നുള്ള പ്രസ്ഥാനത്തിന് അവരുടെ സപ്പോർട്ടോട് കൂടി ജയിച്ച് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തക കൂടെയാണ്, ഒരു മെമ്പർ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ വെറുക്കണേൽ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ കാശി പോയി എന്നുള്ളത് അത് ഞാനൊരു ഹിപ്നോതെറപ്പിസ്റ്റാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള റിസർച്ചസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ കാശി പോയത് മർദ്ദം മാറാനൊന്നുമല്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ തന്നെയാണ്. ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാനത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാത്ത എന്താ വെച്ചാൽ എനിക്ക് പേടിയാവാൻ തുടങ്ങി. എൻ്റെ റിയാലിറ്റീസ് അല്ലെങ്കിൽ എൻ്റെ സ്പിരിച്വൽ ഞാനും ഒന്നും തമ്മിലുള്ളൊരു കണക്ഷനൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ കൊണ്ടുവന്ന് കാണിക്കുമ്പം എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. കാരണം ഒരു മൊമെൻറ്റിൽ എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വീണ്ടും വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ എന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, ഒരിക്കലും. ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ യൂട്യൂബ് ചാനലിൽ കമൻറ്റും ലൈക്കൊന്നും ഇടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമൻറ്റ് ഇടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വലിയ ഈമാനി ആയിരുന്നല്ലോ, വലിയ ഉപദേശി ആയിരുന്നല്ലോ, ഇപ്പോൾ നീ എന്താണ് ഉപദേശിക്കാത്തത്, അല്ലെങ്കിൽ ഇപ്പോൾ നീ എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തത്, അത് മാത്രമാണ് അവരിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടാവുള്ളൂ അവർക്ക്. അപ്പോൾ അത് ചോദിച്ചിട്ട് അവർക്ക് അതിനുള്ള റിപ്ലൈ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ അവർ വീണ്ടും വന്നിട്ട് ഇതന്നെ പറഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടുന്നത്, എന്താ കാര്യം, ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരതിനെക്കുറിച്ച് പറയാത്തത്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഡേ ടു ഡേ ലൈഫ്, എൻ്റെ മെൻ്റൽ ഹെൽത്ത്, എൻ്റെ ഫിസിക്കൽ ഹെൽത്ത്, ഇവിടെ എൻ്റെ സ്പിരിച്വൽ ജേണി
റെക്കമെൻഡിങ് ആണെങ്കിൽ മാത്രം ഞാനത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞത് കാണിക്കാനായിട്ട് ഒരു താല്പര്യമില്ല. ഞാനും എൻ്റെ ഈമാനും എൻ്റെ ദീനും ഞാനും എൻ്റെ റബ്ബും തമ്മിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിൽ എനിക്ക് അപ്പോൾ അഡീഷണൽ അഡ്വൈസസ് എടുക്കേണ്ടി വരില്ല. സുന്നികൾ വന്നിട്ട് ഇത് പറയില്ല, മുജാഹിദീങ്ങൾ വന്നിട്ട് മറ്റത് പറയില്ല, മറിച്ച് പറയില്ല, ഒന്നുമില്ല. ഞാൻ ബേസിക്കലി ഒരു സുന്നിയാണ്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതിന് പരമാവധി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹറാമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നിടത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാറിക്കാൻ നോക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഹറാമുകൾ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണെന്നാണ് എനിക്കതിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അള്ളാഹ്ക്ക് പുറത്തു തരാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ നിലവിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതെൻ്റെ വിശ്വാസമാണ്. ഞാനും റബ്ബും തമ്മിലുള്ള ഒരു ഡീലാണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയൊക്കെ എൻ്റെ വിശ്വാസവും എൻ്റെ ഈമാനും എൻ്റെ ദീനും ഞാനും അള്ളയും മാത്രം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാക്കി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇനി അങ്ങോട്ടേക്കുള്ള എൻ്റെ ചാനലിനകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടുവരുന്ന പോലെ തന്നെ ഞാനും എൻ്റെ പഞ്ചായത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വല്ല ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനുണ്ടെങ്കിൽ അതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ പാരൻറ്റിങ് ടിപ്സ്, അതായത് നമ്മൾ ഈ ചൈൽഡ് സൈക്കോളജി ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്, എൻ്റെ ഇപ്പോൾ തെറപ്പി റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ തെറപ്പി ചെയ്യാൻ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ക്ലയൻസിനെ കാണിക്കാത്തത് എന്നുള്ളത്. ആക്ച്വലി നമുക്ക് ക്ലയൻസിനെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് പറ്റില്ല ഗൈസ്. കാരണം ക്ലയൻസ് എന്ന് പറയുന്നത് അവരുടെ പ്രൈവസി മാറ്ററാണ്. ചിലപ്പോൾ അവർ കരഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അവർ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിട്ടുണ്ടാവും നമ്മൾ തെറപ്പി എടുക്കുന്ന സമയത്ത്. അപ്പോൾ ചിലപ്പോൾ അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു തരത്തിലും അവരുടെ മെൻ്റൽ ഹെൽത്ത് ഓൾറെഡി പൊട്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി വന്നിട്ട് ഹിസ്റ്ററി ഷെയർ ചെയ്തോളാം കുറേ ആൾക്കാർ പറയാറുണ്ട്. എൻ്റെ അവസ്ഥ നിങ്ങൾ ഷെയർ ചെയ്തോ, അത് സ്റ്റോറി ആയിട്ട് പറഞ്ഞോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനായിട്ട് അവർ താല്പര്യപ്പെടാറില്ല. ഈവൻ നമ്മൾ ക്യാമ്പിൽ പോകുമ്പോൾ പോലും ചിലപ്പോൾ കുറേ ആൾക്കാർ ഈ പറയുന്ന മൈൻഡ് ഒന്ന് കാമാക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ വീട്ടിൽ പറയാതെ വന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചിലർ കുടുംബക്കാരും നാട്ടുകാരൊന്നും അറിയാതെന്ന് കരുതിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെയൊന്നും നമുക്ക് കൊണ്ടുവന്നിട്ട് ക്യാമറ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിടൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ അടുത്ത് എന്നെയും കൂടെ കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാരെ മാത്രമാണ് ഞാൻ കൂടുതലും നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. എൻ്റെ അടുത്ത് വന്നിട്ട് പുറത്തൊരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർ ക്യാപ്ചർ ആവുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഞാൻ ഇറിനോട് കുഴപ്പമില്ലല്ലോ അല്ലേ എന്നുള്ളത്. കാരണം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അത് ബ്ലറാക്കുക അങ്ങനെ എങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു എന്താ പറയുക കാര്യങ്ങൾ വരുന്നത്. പിന്നെ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തായത് ഞാൻ തെറപ്പിക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ക്യാമ്പിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സീനുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി എൻ്റെ ചാനലിൽ കൂടുതലും കാണാനായിട്ടുണ്ടാവുക. അതേപോലെ എൻ്റെ ഫാമിലി അതുപോലെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻസാണ് ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. എൻ്റെ അറിവുകൾ അതുപോലെ എൻ്റെ തിരിച്ചറിവുകൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അതൊരു വലിയ അപരാധമായിരുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. റിയലി എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എൻ്റെ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വെറുത്തോളി. അത് നിങ്ങളും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സൃഷ്ടാവും തമ്മിലുള്ള കണക്ഷനാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്നെ മാറ്റി നിർത്താൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ. എനിക്കറിയാം ഓൾമോസ്റ്റ് ഒരു 5000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ എൻ്റെ ചാനലിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ LDF മത്സരിച്ച കാരണം കൊണ്ട്, ഞാൻ കാശിക്ക് പോയ കാരണം കൊണ്ട്, ഈവൻ ഞാനൊരു CPIMൻ്റെ പാർട്ടി മെമ്പർ പോലും അല്ല. ഞാൻ പറഞ്ഞതാണ്, ഞാൻ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല. അതുപോലെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ചിഹ്നം മൊബൈലായിരുന്നു. ഞാൻ CPIMൻ്റെ ചിഹ്നത്തിലല്ല മത്സരിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആ പാർട്ടിയുടെ കുറച്ച് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പോയത് ഒരു 5000 മേലെ സബ്സ്ക്രൈബേഴ്സാണ്. അതിനുശേഷം എൻ്റെ ചാനലിൽ നേരെ ചൊവ്വേ ആൾക്കാർ വീഡിയോ കാണാറില്ല, റിപ്പോർട്ട് അടിച്ചിട്ട് വരെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, 5000 സബ്സ്ക്രൈബേഴ്സ് കുറയാന്നുള്ളത് ഒരു ചെറിയ കുറച്ചിലൊന്നുമല്ല, വലിയ കുറച്ചിലാണ്. ഐ നോ ദാറ്റ്. പക്ഷേ ഈ പറയുന്ന ഈ ഒരു 1,32,000 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ ഇപ്പം ഉണ്ടെങ്കിൽ ഇത് വന്നത് ഒരു സബ്സ്ക്രൈബറിൽ നിന്നാണ്. അന്നും ഞാൻ റിയലായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ളത്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് വന്ന് നിന്നിട്ടുള്ളത്. അതിൽ നിന്ന് എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്താനും നെഗറ്റിവിറ്റി അടിക്കാനും അല്ലെങ്കിൽ ഈ ആരാടി ഇതുകൂടെ വന്ന് പറയാൻ, ഇതിന് സ്കോളേഴ്സ് ഇല്ലേ, നീ എന്തിനങ്ങനെ വന്ന് പറയുന്നത്, എന്തിനങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ആൻഡ്
ഇപ്പം ഞാൻ എൻ്റെ LDF മത്സരിച്ച സമയത്ത് എന്നെ വെറുത്തു അല്ലെങ്കിൽ ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. ആൻഡ് ഞാൻ കാശി പോയ സമയത്ത് അതെൻ്റെ ജോലിയുടെ പാർട്ടായിട്ട് പോയതാണ്, ഞാനത് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എന്നിട്ടും ഞാനിപ്പോൾ മറ്റു മതത്തിനോടാണ് താല്പര്യം അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന ആൾക്കാരുണ്ട്. എനിക്ക് മറ്റു മതങ്ങളെ ഭയങ്കര റെസ്പെക്റ്റാണ്, സീരിയസ്ലി ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും അപ്പോഴും വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമില്ല, നിങ്ങളുടെയും കുഴപ്പമില്ല. നിങ്ങൾ മനുഷ്യന്മാരാണ്. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ചേഞ്ച്, സഡൻ ചേഞ്ച് നിങ്ങൾ വന്ന് അക്സെപ്റ്റ് ചെയ്യൊന്നുമില്ല. ഞാനിതൊക്കെ പാടെ യൂട്യൂബിൽ വന്ന് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ഈ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ നല്ല രീതിക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ആരെയും പറ്റിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ പറ്റിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെറുതെ ഇട്ടിട്ട് വന്നിട്ട് ഒരു 10 മിനിറ്റ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ നന്നായിട്ട് പറ്റിക്കാം, നല്ല രീതിയിൽ ഉപദേശിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ച് എന്താ പറയുക അങ്ങനെ ചെയ്യാം. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു. അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഏർണിങ്സ് എനിക്ക് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ഇതുപോലത്തെ കണ്ടൻറ്റുകളൊക്കെ ആയിരിക്കും ഇനി എൻ്റെ ചാനലിൽ ഉണ്ടാവുക. ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇതുവരെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കാണാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ, ഹോണസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടണോ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാടാ, മനസ്സിൽ തട്ടിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ യൂട്യൂബ് ജേണി ഞാൻ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന 1,32,000 സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും പോവാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് 10,000 ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയപ്പോഴും 1,32,000 ആൾക്കാരോളം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും കമൻറ്റ് ഇടാണ്ടായിക്കോട്ടെ, ഇൻവിസിബിൾ ആയിട്ടായിക്കോട്ടെ, അവരവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചില വീഡിയോസ് ഇടുമ്പോൾ നല്ല റീച്ച് വരുന്നുണ്ട്, ചില വീഡിയോസിന് റീച്ച് ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും നിങ്ങൾ അവിടെ നിന്നിട്ട് എന്നെ കാണുന്നുണ്ടല്ലോ കുറച്ച് ആൾക്കാരെങ്കിലും, അതൊരു വലിയ കാര്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ തന്നെയാണ് എൻ്റെ ചാനലിൽ കൂടുതൽ. 72% ആൾക്കാർ ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ് കൂടുതൽ. പക്ഷെ എനിക്കൊരു ഹോപ്പ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഹാർഡ് വർക്കിലാണ്. ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ ഒരാളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ളത് കുഞ്ഞു പരിഭവമായിരിക്കാം. ഇൻഷാ അല്ലാഹ് അത് കുറച്ച് കാലം കഴിയുമ്പോൾ മാറും, നിങ്ങൾ എന്നെ വീണ്ടും സ്നേഹിക്കും എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഹാർഡ് വർക്കിൽ. ഞാൻ ഒരാൾക്കൊരു ദ്രോഹം ചെയ്യാത്തടത്തോളം കാലം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഒരാളുടെയും വന്ന് പറ്റിക്കാത്തടത്തോളം കാലം, ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ഈ പറയുന്ന യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റുള്ളിടത്തു നിന്നാണെങ്കിലും ഒരു പരാജയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിനോട് എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെ കമൻറ്റ് ഇല്ലാത്തതുകൊണ്ടോ ലൈക്ക് ഇല്ലാത്തതുകൊണ്ടോ ഒന്നും എനിക്ക് വിഷമമൊന്നുമില്ല. ഇതൊക്കെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ലൈഫിലും ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്ന് വീഡിയോസൊക്കെ ആയിട്ട് വരും കേട്ടോ. പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.